നേതൃത്വത്തിൽ കേരളത്തിലേക്ക് എത്തിച്ചത്. All the villages are electrified. All the households have got the electricity connection. Even 4 LED bulbs have been given to save their electricity cost, and the central government has helped to electrify each and every household in Kerala. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിക്കാൻ ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നതിനുള്ള നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. നമുക്കറിയാം, ഒരു വീടിന് 4 LED ബൾബ് വീതമുള്ള സഹായവും അല്ലെങ്കിൽ എല്ലാ LED ബൾബുകളും കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 1,60,00,000 LED bulbs have been distributed. More than 800 crore has been saved for the electricity bills, or the savings happened due to this for the energy. കേരളത്തിൽ 1,60,00,000 1.6 കോടി LED ബൾബുകളാണ് നാളിതുവരെയായി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തത്. ഇങ്ങനെ LED ബൾബുകൾ ഉപയോഗിക്കുന്നതിലൂടെ വൈദ്യുതി ചെലവിൽ അല്ലെങ്കിൽ വൈദ്യുതി ബില്ലിൽ 800 കോടി രൂപയുടെ കുറവാണ്, അല്ലെങ്കിൽ 800 കോടി രൂപ ലാഭിക്കാൻ മലയാളികൾക്ക് സാധിച്ചിട്ടുണ്ട്. More than 1,12,000 houses have been built under the Pradhan Mantri Awas Yojana in the urban areas, and more than that has been built in the rural areas. So lakhs of people have got house because of Prime Minister Modi in the state of Kerala, and close to 40,000 toilets have been built for those poor who did not have toilets. കേരളത്തിൽ 1,12,000 വീടുകൾ നഗരമേഖലയിൽ മാത്രം, അതായത് നഗരങ്ങളിൽ ജീവിക്കുന്ന വീടില്ലാത്ത 1,12,000 ആൾക്കാർക്കാണ് നരേന്ദ്രമോദി സർക്കാർ സൗജന്യമായി വീട് നൽകിയത്. അതിന്റെ ഇരട്ടിയോളം ആൾക്കാർക്ക് ഗ്രാമീണ മേഖലയിലും വീട് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ 40,000 ശൗചാലയങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യാനും അല്ലെങ്കിൽ നിർമ്മിച്ചു നൽകാനും നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതി സാധിച്ചു. More than 8 crore women got the LPG gas connection under the Ujjwala Yojana, and in the state of Kerala close to 2,60,000 women have been benefited out of this, and they got the LPG connection, all because of Prime Minister Modi for free of cost. രാജ്യമെമ്പാടും ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഭാഗമായി 8 കോടി സൗജന്യ LPG കണക്ഷനാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ കേരളത്തിൽ അത് 2,60,000 നിർധനരായ സ്ത്രീകൾക്കാണ് സൗജന്യമായി LPG കണക്ഷൻ കിട്ടിയത്. In this budget this year we have announced 1 crore more LPG connection for the poor women of this country, and remaining people in Kerala will also get the LPG connection this year. ഈ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ 1 കോടി നിർധനരായ സ്ത്രീകൾക്ക് സൗജന്യമായി ഗ്യാസ് നൽകാനാണ് പദ്ധതി ഇട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ ഇനിയും ആർക്കെങ്കിലുമൊക്കെ നിർധനരായ സ്ത്രീകൾക്ക് ഗ്യാസ് കിട്ടാനുണ്ടെങ്കിൽ അവർക്കും കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. We have opened Pradhan Mantri Jan Aushadhi Yojana Kendra. More than 526 kendras are opened in the state of Kerala, and also under the Pradhan Mantri Jan Arogya Yojana Ayushman Bharat, where 5 lakh rupee treatment is free of cost for poor people. More than 21,57,000 people are covered under this, and they have benefited out of the Ayushman Bharat Yojana, and they have saved more than 600 crore rupees in their spending on the medicine and the treatment. പ്രധാനമന്ത്രി ജൻ ഔഷധി സ്റ്റോറുകൾ, നമുക്കറിയാം മരുന്നുകൾക്ക് 90% വരെ വിലക്കുറവിൽ കിട്ടുന്ന ജൻ ഔഷധി സ്റ്റോറുകൾ കേരളത്തിൽ മാത്രം 526 എണ്ണമാണ് തുറന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി, ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ സൗജന്യമായി ചികിത്സ കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം 21.5 ലക്ഷം ആൾക്കാരാണ് രാജ്യമെമ്പാടും ഇപ്പോൾ ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവർക്കാകെ 600 കോടി രൂപയുടെ സൗജന്യ ചികിത്സാ സഹായമാണ് കിട്ടിയിട്ടുള്ളത്. In India, under the PM Kisan Samman Nidhi, for the farmers of India, we have already given 1,15,000 crore rupees as a help from the central government.
6,000 rupees each year the farmers get, an installment of 2,000 rupees each. And this year budget we have already sanctioned and allocated and made provision of 65,000 crore rupees more for the financial year 21-22. And even the farmers of Kerala will get a huge amount out of this from Prime Minister Modi. ഇന്ത്യയിൽ പ്രധാനമന്ത്രി കൃഷി സമ്മാൻ പദ്ധതി നമുക്കറിയാം 6,000 രൂപ വരെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പദ്ധതിയാണ്. അത് 1.15 കോടി ആൾക്കാർക്കാണ്, ഏകദേശം 1.25 കോടി ആൾക്കാർക്കാണ് കേന്ദ്രത്തിൽ നിന്നും സഹായം 6,000 രൂപ വീതം കിട്ടിയിട്ടുള്ളത്. 2,000 രൂപ വീതം 3 തവണ എല്ലാവരുടെയും അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന പലർക്കും ആ പ്രയോജനം കിട്ടിയതുമാണ്. ഈ വരുന്ന ബജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച 2020-22 വർഷത്തേക്ക്, ഈ 2 വർഷത്തേക്ക് 65,000 കോടി രൂപയാണ് ഈ കൃഷി സമ്മാൻ പദ്ധതിക്ക് വേണ്ടി മാത്രമായി കേന്ദ്ര സർക്കാർ നീക്കിവെച്ചിട്ടുള്ളത്. സ്വാഭാവികമായും നല്ല ഒരു പങ്ക് കേരളത്തിനും ലഭിക്കും. Prime Minister Modi recently inaugurated 6,000 crore rupees PDPP project of Bharat Petroleum in Kochi. It will further help the state of Kerala to create more jobs, have more business, and at the same time, I also met the representative of the cashew industry who are facing certain problems. Let me assure the friends and families of cashew nut industry that will look into their issues and try to address the issues after the state elections. പ്രധാനമന്ത്രി അടുത്ത കൊച്ചിയിൽ വന്ന് പെട്രോനെറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട 6,000 കോടി രൂപയുടെ പൊതുമേഖലയിൽ 6,000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയത്. അതോടൊപ്പം തന്നെ ഈ കൊല്ലം എന്നുള്ളത് നമുക്കറിയാം കശുവണ്ടി മേഖലയാണ്. ഇന്ന് കശുവണ്ടി മേഖലയുടെ ചില ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കും. Now let me give you a very interesting figure. When there was a UPA government, the tax devolution for 5-year period from 2009 to 2014 from the central government to the state of Kerala was only 29,841 crore. From 2009 to 2014, only 29,841 crore rupees has been given by the UPA government to the Kerala. Prime Minister Modi from 2014 to 2019 gave 71,713 crore rupees, which is more than double to the state of Kerala. ഞാൻ നിങ്ങളുടെ മുൻപാകെ രസകരമായ കൗതുകകരമായ ഒരു കണക്ക് അവതരിപ്പിക്കാം. UPA സർക്കാരിന്റെ കാലഘട്ടത്തില് കേന്ദ്ര നികുതിയുടെ വിഹിതമായി സംസ്ഥാന സർക്കാരിന് 2009-2014 കാലഘട്ടത്തിലേക്ക് അനുവദിച്ചത്, കേന്ദ്ര നികുതിയുടെ വിഹിതമായി നൽകിയത് 29,841 കോടി രൂപയായിരുന്നു എങ്കിൽ നരേന്ദ്രമോദിയുടെ 2014-19 കാലഘട്ടത്തിൽ 71,713 കോടി രൂപയാണ് കേന്ദ്ര വിഹിതമായി സംസ്ഥാന സർക്കാരിന് നൽകിയത്. ഏകദേശം UPAയുടെ കാലഘട്ടത്തിനേക്കാൾ ഇരട്ടിയിൽ അധികം. Tax devolution. After that, I'll come to Finance Commission grant. In 2013-14, last year of UPA government, they gave Kerala only 1,629 crore rupees. 1,629 crore rupees. But Modi government this year gave 18,090 crore rupees. 18,090 crore rupees, which is more than 15 times to the state of Kerala. നികുതിയുടെ കാര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ധനകാര്യ ഗ്രാന്റ്, അത് 2013-14, അതായത് UPA സർക്കാരിന്റെ അവസാന വർഷം കേരളത്തിന് കിട്ടിയത് വെറും 1,629 കോടി രൂപയാണ് എങ്കിൽ നരേന്ദ്രമോദി ഈ വർഷം കേന്ദ്ര സർക്കാർ കേരളത്തിന് ധനകാര്യ ഗ്രാന്റായി നൽകിയത് 18,090 കോടി രൂപയാണ്. ഏകദേശം മുൻ വർഷത്തേക്കാൾ 15 ഇരട്ടി. Grant in aid from Government of India to Kerala government during the UPA time from 2009 to 14 was only 15,290 crore rupees. While we gave from 2014 to 19 in a 5-year window
44,856 crore rupees, which is 3 times more than the UPA government. കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം, സംസ്ഥാനങ്ങൾക്കുള്ള ധനസഹായം 2009-14 അതായത് UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ 15,290 കോടി രൂപയായിരുന്നു എങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ 5 വർഷ കാലഘട്ടത്തിൽ നൽകിയത് 44,856 കോടി രൂപ, അതായത് UPA സർക്കാരിന്റെ കാലഘട്ടത്തെക്കാൾ 3 മടങ്ങ് അധികം. We have identified 160 projects in the national infrastructure pipeline for the state of Kerala, and the total cost of those projects will be 1,37,000 crore rupees, and that money will be spent to build ports, road, rail, education, healthcare, urban and drinking water infrastructure in the state of Kerala, and this will be spent in the next 5 years in the state of Kerala. കേരളത്തിന്റെ വികസന സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 160ഓളം പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം, അതിനുവേണ്ടി 137 കോടി രൂപ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പോർട്ടുകൾ, തുറമുഖങ്ങൾ, റോഡുകൾ, റെയിൽ പാതയുടെ വികസനം, വിദ്യാഭ്യാസം, കുടിവെള്ളം, നഗരവികസനം തുടങ്ങിയ മേഖലകളിലേക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 137 കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ നീക്കിവച്ചിരിക്കുന്നത് അടുത്ത വർഷത്തിലേക്ക്, 5 വർഷത്തിലേക്ക്. Before coming to this meeting, I went to the Kollam beach. The beach is beautiful, but the cleanliness is a problem. If the local government can't spend money to keep the beach clean, how can they attract the tourists? Their government is also not clean and their beach is also not clean. ഞാൻ ഈ പരിപാടിക്ക് വരുന്നതിന് മുൻപ് കൊല്ലം ബീച്ചിൽ പോയിരുന്നു. വളരെ മനോഹരമായ ബീച്ചാണ് കൊല്ലത്തേത്. പക്ഷേ അവിടുത്തെയുള്ള ശുചിത്വം എന്നുള്ളത് വളരെ പരിതാപകരമാണ്. പ്രാദേശികമായ സർക്കാരിന് ശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്താനാവില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിന് പണം ചെലവഴിക്കാനാവില്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വിനോദസഞ്ചാരികളെ അവിടേക്ക് ആകർഷിക്കുന്നത്? കേരളത്തിലെ സർക്കാർ എപ്രകാരമാണോ ശുചിത്വമില്ലാത്തത്, അല്ലെങ്കിൽ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്നത്, അതുപോലെയാണ് നമ്മുടെ ബീച്ചുകളും. After seeing this huge gathering and great attraction towards the Yatra, I can see that the BJP is going to form the government in the state of Kerala, and I can promise you we will give you clean government and great tourism opportunities and clean beaches as well. ഈ വലിയ ജനക്കൂട്ടത്തെ കാണുമ്പോൾ, വിജയ യാത്രയ്ക്ക് കേരളമെമ്പാടും കിട്ടുന്ന സ്വീകാര്യത കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ്, കേരളത്തിൽ ഉടൻ തന്നെ BJP ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരും. BJP അധികാരത്തിലെത്തിയാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, അഴിമതിരഹിതമായ സംശുദ്ധമായ ഒരു ഭരണമാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സംശുദ്ധമായിരിക്കും. We are giving utmost importance to the blue economy, that means fishery and other areas, and the Pradhan Mantri Matsya Sampada Yojana scheme caters to diverse requirement of the fishermen communities. Fishermen have been linked with the Kisan Credit Scheme, who were not earlier linked with that, but we have given this facility. Work is underway to make India a hub for seafood exports. 20,000 crore rupees has been earmarked for the blue economy, for the fishermen industry. I'm happy that seaweed farming is gaining popularity. This would be a great tribute to our hard-working fishermen. But I have one question for Mr. Rahul Gandhi, who come unprepared and make false claims, mislead the people, and despite becoming so old in politics because he's been a 4 or 5 time MP, but he's still not aware that there is a ministry specifically for the fishermen, and only Prime Minister Modi created this ministry, but Rahul Gandhi does not spend enough time in the parliament. That is why he is not aware. Rahul Gandhi ji parliament में समय लगाएंगे तब उनको पता चलेगा कि मछली उत्पादन के लिए भी और मत्स्य विभाग के लिए भी एक मंत्रालय मोदी जी ने बनाया है, लेकिन राहुल गांधी जी का तो झूठ बोलने का एजेंडा है. जब वो
जिस राज्य उत्तर प्रदेश से जीत कर आते थे, अमेठी से जीत कर आते थे, केरल में आकर अगर अमेठी के लोगों को, उत्तर भारत के लोगों को गाली निकाल सकते हैं, तो अगली बार वायनाड को छोड़कर जाएंगे तो केरल वालों को भी गाली ही निकालने वाले हैं। ഇന്ന് കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് മത്സ്യമേഖല, അല്ലെങ്കിൽ നമ്മുടെ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട മേഖല. ഇതിനായി കിസാൻ ക്രെഡിറ്റ് സ്കീമിലേക്ക്, കർഷകരുടെ ഇൻഷുറൻസ് പദ്ധതി അടക്കമുള്ള ധനസഹായം കിട്ടുന്ന പദ്ധതിയിലേക്ക് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പ്രകാരം മത്സ്യത്തൊഴിലാളികളെയും ആ പദ്ധതിയിൽ ചേർക്കുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ മത്സ്യ ഉൽപാദനത്തിനും കയറ്റുമതിക്കും അവിടുത്തെ വൈവിധ്യവൽക്കരണത്തിനുമൊക്കെയായി 20,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവച്ചിട്ടുള്ളത്. അത് കഠിനാധ്വാനികളായ മത്സ്യത്തൊഴിലാളികളോടുള്ള ആദരത്തിന്റെ ഭാഗം കൂടിയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് വയനാട്ടിൽ നിന്നുള്ള MP ആയ രാഹുലിനെ പറ്റി ചില കാര്യങ്ങൾ പറയാതിരിക്കാനാവില്ല. അദ്ദേഹം ഇന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഈ ഭരണപരമായ കാര്യങ്ങളെ പറ്റി യാതൊരു അടിസ്ഥാന വിവരവുമില്ലാതെ അദ്ദേഹം ഇന്ന് കേരളത്തിൽ, രാജ്യത്തിലെ മുഴുവൻ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ എന്നുള്ളത് നാം ഇപ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു യുവാവൊന്നുമല്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ 5 തവണ MP ആയ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം പാർലമെന്റിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ വ്യാജ പ്രചരണങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനാണ് സമയം കണ്ടെത്തുന്നത്. ഞാൻ രാഹുലിനോട് അഭ്യർത്ഥിക്കുക, അപ്പോഴാണ് അങ്ങ് നടത്തിവരുന്ന പ്രചരണം വ്യാജമാണ് എന്ന് മനസ്സിലാവുക. കാരണം രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് നടക്കുന്നത് ഈ രാജ്യത്ത് മത്സ്യബന്ധനത്തിന് വേണ്ടി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാത്തത് മത്സ്യത്തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് രാഹുൽ പ്രസംഗിച്ച് നടക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറയട്ടെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക വകുപ്പ് ഈ രാജ്യത്തുണ്ട്. അത് രൂപീകരിച്ചത് നരേന്ദ്രമോദിയാണ്, ജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം അമേഠിയിലെ ജനങ്ങളെ കുറ്റം പറയുകയാണ്. നാളെ വയനാട്ടിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം ഉറപ്പായി കേരളത്തിലെ ജനങ്ങളെയും തെറിവിളിക്കുമെന്ന കാര്യം ഉറപ്പാണ്. Congress believes in divide and rule. Congress believes in divide and rule. Whether it is caste, religion, or the politics of appeasement. Whereas Prime Minister Modi and BJP believes in Sabka Saath, Sabka Vikas, Sabka Vishwas. കോൺഗ്രസ് വിഭജന രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ വിഭജന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ജാതിയാകട്ടെ, മതമാകട്ടെ, പ്രീണന രാഷ്ട്രീയമാകട്ടെ, കോൺഗ്രസ് ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും മുൻപോട്ടേക്ക് വെക്കുന്ന മുദ്രാവാക്യം സബ്കാ സാത്ത്, എല്ലാവരോടുമൊപ്പം, എല്ലാവരുടെയും വിശ്വാസം നേടിയെടുത്തുകൊണ്ട് എല്ലാവർക്കുമൊപ്പം നിൽക്കുന്ന സർക്കാർ എന്ന മുദ്രാവാക്യമാണ് BJP-യുടേതാണ്. The 450-kilometer long Kochi-Mangaluru natural gas pipeline makes an important milestone towards the creation of one nation, one gas grid. The total cost of the project is more than 3,000 crore rupees, and the construction created more than 12 lakh man-days employment. I would like to ask the government of LDF that how many jobs they have created. They must answer, and the media must question them how many jobs they have created. ഇന്ന് സംസ്ഥാനത്ത് 450 കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെ നീളുന്ന പാചകവാതക പൈപ്പ് ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു രാഷ്ട്രം, ഒരു പാചകവാതക ലൈൻ എന്ന നമ്മളുടെ മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കിയത്. 3000 കോടി രൂപയുടെ പദ്ധതിയാണ് എന്ന് മാത്രമല്ല 12 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് ഈ പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ കേരള സർക്കാരിനോട് ചോദിക്കട്ടെ, നിങ്ങൾ അധികാരത്തിൽ വന്നതിനു ശേഷം എത്ര തൊഴിൽ ദിനങ്ങൾ, എത്ര തൊഴിലുകൾ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്? Recently, Prime Minister Modi inaugurated the Cochin Port Trust International Cruise Terminal
and Cochin Shipyard, Vigyan Sagar, a campus of Marine Engineering and Training Institute. ഈ അടുത്ത് നരേന്ദ്രമോദി കൊച്ചിയിലെത്തി നമ്മുടെ പോർട്ട് ട്രസ്റ്റിൽ ഈ അടുത്ത് കൊച്ചിയിൽ നടന്ന ചടങ്ങാണത്. ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലും വിദ്യാസാഗർ പദ്ധതി, അതായത് കപ്പൽ നിർമ്മാണവും കപ്പലുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്ന കേന്ദ്രമാണ്. അത് ഉദ്ഘാടനം ചെയ്തത് നാം കണ്ടുകഴിഞ്ഞു. Under the Amrut Yojana, we are helping cities expand and upgrade their wastewater treatment infrastructure. We have already spent a lot of money, and more than 1100 crore rupees has been earmarked for the Amrut schemes, which will give the universal coverage as proposed for the 9 Amrut cities. അമൃത നഗരം പദ്ധതികള് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. നഗരത്തിന്റെ സമഗ്രമായ വികസനം മുൻനിർത്തിയാണ് അമൃത നഗരം പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. പ്രധാനമായും മലിനജലത്തിന്റെ ശുദ്ധീകരണം അടക്കമുള്ള പദ്ധതികളാണ് അമൃത നഗരം പദ്ധതിയിലുള്ളത്. കേരളത്തിലെ 9 നഗരങ്ങളുടെ വികസനത്തിനായി 1100 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത്. During the COVID-19 pandemic, Prime Minister Modi and his government provided help to all the state governments, even to the state of Kerala. You see, for the healthcare, we have given more than 15,000 crore rupees for the states to fight COVID-19 pandemic. We have given ventilators, PP kits, masks, sanitizers. At the same time, to the people of Kerala, from the central government, between April and November 2020, Kerala received 5.87 lakh metric ton of food grains for 1.5 crore beneficiaries, and between April and November 2020, Kerala received 27,956 metric ton of pulses and chana for more than 36 lakh beneficiaries. For the migrant beneficiaries who come as a labor and work in the state of Kerala, we have given 2,142 metric ton of food grains and 307 metric ton of chana to the migrant laborer for them. Also, for the businessmen of that entrepreneurs of the state of Kerala, 7,076 crores. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തില് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ എങ്ങനെയാണ് നയിച്ചത്, സംസ്ഥാനങ്ങൾക്ക് അദ്ദേഹം എങ്ങനെയാണ് സഹായിച്ചത് എന്ന് നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. കേരളത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കായി 15,000 കോടി രൂപയാണ് കോവിഡ് മഹാമാരിയെ നേരിടാൻ അടിയന്തര ധനസഹായമായി നൽകിയത്. കേരളത്തിനും വലിയ ഒരു തുക നൽകുകയുണ്ടായി. എല്ലാ സംസ്ഥാനങ്ങൾക്കും PPE കിറ്റ് നൽകി, വെന്റിലേറ്റർ നൽകി, മാസ്കുകൾ നൽകി, സാനിറ്റൈസർ നൽകിയും കേന്ദ്ര സർക്കാർ സഹായിച്ചിട്ടുണ്ട്. ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള 2020 ഏപ്രിൽ നവംബർ കാലഘട്ടത്തിൽ കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ കേരളത്തിന് മാത്രമായി 5.87 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം മാത്രം കേരളത്തിന് നൽകിയിട്ടുണ്ട് സൗജന്യമായി റേഷൻ നൽകാൻ. അതോടൊപ്പം തന്നെ 1.5 കോടി ഗുണഭോക്താക്കൾക്കായിട്ടാണ് ഈ 5.87 ലക്ഷം അരി നൽകിയത്. ഇതേ കാലയളവിൽ 27,956 മെട്രിക് ടൺ കടലയും കേന്ദ്ര സർക്കാർ സൗജന്യമായി വിതരണം ചെയ്യാൻ കേരള സർക്കാരിന് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികള് അവര് ഈ കോവിഡ് കാലഘട്ടത്തിൽ തൊഴിലില്ലാതെ കഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് സൗജന്യമായി നൽകുന്നതിനു വേണ്ടി 2,142 മെട്രിക് ടൺ ഗോതമ്പാണ് കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയത്. അതോടൊപ്പം തന്നെ 307 മെട്രിക് ടൺ കടലയും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാൻ കേന്ദ്രം കേരളത്തിന് നൽകിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിലെ നാമമാത്രമായ ചെറുകിടക്കാരായ കച്ചവടക്കാർക്ക് അടിയന്തര ധനസഹായം എന്ന നിലയിൽ 4 ലക്ഷം ആൾക്കാർക്ക് വിതരണം ചെയ്യാനായി 7,076 കോടി രൂപയും കേരളത്തിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. Under the Pradhan Mantri Jan Dhan Yojana, the women account holders of
state of Kerala, more than 24 lakh 13,000 women have got 3 lakh 62 crore rupees. More than 24 lakh 13,000 women Pradhan Mantri Jan Dhan account received 302 crore rupees as a help from the central government. Also, 1.2 lakh beneficiaries of the Employees Provident Fund guarantees contribution. They got 93 crore rupees as contribution to their accounts. The last figure once more, please. EPF 90? 92 crores. ഓക്കെ, പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട് നമുക്കറിയാം, സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ള സംവിധാനമാണ് ജൻധൻ അക്കൗണ്ട്. ആ ജൻധൻ അക്കൗണ്ട് വഴി കേരളത്തിലെ 24,13,000 സ്ത്രീകളാണ് ജൻധൻ അക്കൗണ്ടിൽ കേരളത്തിൽ തുടങ്ങിയിട്ടുള്ളത്. ഇവർക്ക് 362 കോടി രൂപയുടെ സഹായമാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചത്. അതോടൊപ്പം തന്നെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിൽ തൊഴിലാളികളുടെ വിഹിതമായിട്ട് 1.21 ലക്ഷം ആൾക്കാർക്ക് വേണ്ടി 92 കോടി രൂപയും കേന്ദ്ര സർക്കാർ അടച്ചിട്ടുണ്ട്. NDA in the election of 2011 got 6% vote. 2014 Lok Sabha election we got 10.91% vote. 2016 Assembly election we got 15.1% vote. 2019 Lok Sabha election we got 15.56% vote. And this election we will be the single largest party and will form the government in the state of Kerala. We will get the majority and form the government in the state of Kerala. നമുക്കറിയാം 2011 നടന്ന തെരഞ്ഞെടുപ്പില്, നിയമസഭാ തെരഞ്ഞെടുപ്പില് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടിയത് വെറും 6% വോട്ടുകളായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ അത് 10.91% ഉയർന്നു. 2016 നിയമസഭയായപ്പോഴേക്കും അത് 15% കുതിച്ചെത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ട് ശതമാനം എന്നുള്ളത് 15.56 ആയി മാറി. ഞാൻ ഉറപ്പു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നാം സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. If the senior officers of CM, if the Chief Minister office, senior officers are involved in the gold smuggling, and if the senior party official, his son is jailed because of other reasons, scams, corruption, killings, has become the face of Kerala. Do you want Kerala in the hand of these people who have looted the state of Kerala, who have looted the resources of Kerala, who have been involved in the gold smuggling, who have been involved in the scams, or you want the clean government? You have to decide. If you want the clean government, then let us vote for BJP and get the BJP government in the state of Kerala. നമുക്കറിയാം, കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാര് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ജയിലിലാകുന്നു. അവർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന കാര്യം തെളിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവായ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ തന്നെ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് ജയിലിലായിരിക്കുന്നു. ഇത് കേരളത്തിന്റെ മുഖമായി ഇന്ന് മാറുകയാണ്. ഞാൻ കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണ്, ഈ കൊള്ളക്കാരെ വീണ്ടും നമ്മുടെ ഭരണം ഏൽപ്പിക്കേണ്ടതുണ്ടോ? അത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളാണ്. നിങ്ങൾക്ക് കൊള്ളക്കാരുടെ ഭരണമാണോ വേണ്ടത്? സംശുദ്ധമായ ഭരണമാണോ വേണ്ടത്? സംശുദ്ധ ഭരണം വേണമെങ്കിൽ നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. The total debt of the Kerala government is double now, from 1.5 lakh crore to more than 3.5 lakh crore rupees. Is this the government Kerala wanted? Can they be trusted again? Can they be given the chance again?
We have seen enough of LDF, UDF and Congress. Kerala want change. ഈ കേരളത്തിന്റെ പൊതുകടം നമുക്കറിയാം ഇപ്പോൾ ഇരട്ടിയായിരിക്കുകയാണ്. 1.5 ലക്ഷം കോടിയിൽ നിന്നും 3 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിന്റെ പൊതുകടം ഇന്ന് എത്തിയിരിക്കുന്നു. ഈ സർക്കാർ ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയുള്ള ഈ സർക്കാർ, ഈ ഭരണക്കാരെ ഇനിയും കേരളത്തിന്റെ ജനങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ടോ? ഇവർക്ക് വീണ്ടും ഒരു അവസരം കൂടി നൽകേണ്ടതുണ്ടോ? നമ്മൾ ഇതേപ്പറ്റി ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ 2 മുന്നണികളെയും ജനങ്ങൾ നിരവധി തവണ പരീക്ഷിച്ചിരിക്കുന്നു. നിരവധി തവണ നാം അവരുടെ ഭരണം കണ്ട് മടുത്തവരാണ്. അതുകൊണ്ട് കേരളത്തിനൊരു മാറ്റം അടിയന്തരമായി ആവശ്യമാണ്. You have seen in the other states like West Bengal, people are leaving Mamata Banerjee. Her senior leaders are leaving Mamata Banerjee and the Trinamool Congress. They are joining BJP. The people have made their mind that this is a time to have the BJP government in the state of West Bengal. We have done extremely well in Tripura in the last elections. We formed government in Assam as well. If we can form the government in the state of Tripura, Assam and other northeastern states, we will form the government in the state of West Bengal and in Kerala as well. നമുക്ക് ഇത് ബംഗാളിനെ പറ്റി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളുടെ സാഹചര്യം എടുത്താൽ, അവിടെ എല്ലായിടത്തും ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ബംഗാളിൽ നിന്ന് മമതാ ബാനർജിയെ ജനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരുടെ നേതാക്കന്മാർ അവരെ കൈവിടുകയാണ്. എല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയിൽ അണിചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ബംഗാളിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, ഇനി മമതാ ബാനർജി വേണ്ട, മറിച്ച് ബംഗാളിൽ BJP മതിയെന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ത്രിപുരയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉജ്ജ്വലമായ പ്രകടനം. ത്രിപുരയിൽ നാം സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. ത്രിപുരയിലും ആസാമിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിൽ കേരളത്തിലും ബംഗാളിലും അനിവാര്യമായ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. If the Prime Minister Modi has given 3 times more money to the state of Kerala in comparison with the UPA government, if we have the BJP government in the state of Kerala, you can see the better spending of the central government funds, a more development of the state of Kerala, a better infrastructure for the Kerala, more tourism opportunities, more jobs, and the overall development of Kerala under the able leadership of Prime Minister Modi. I can assure you, we can do wonders in the state of Kerala. നമുക്കറിയാം, കേരളത്തില് കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്ന സർക്കാരാണ് ഉണ്ടായിട്ടും രാഷ്ട്രീയമായ വൈരാഗ്യം കാണിക്കാതെ നരേന്ദ്രമോദി സർക്കാർ കോൺഗ്രസ് സർക്കാർ കൊടുത്തതിനേക്കാൾ 3 മടങ്ങ് അധികം കേന്ദ്ര സഹായമാണ് കേരളത്തിന് നൽകിയത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യമില്ലാത്ത ഭാരതീയ ജനതാ പാർട്ടിയാണ് കേരളത്തിൽ അധികാരത്തിലെത്തുന്നത് എങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ വികസനം എന്ന് നാം ചിന്തിക്കണം. കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ പണം, കൂടുതൽ വികസനം, കേരളത്തിന്റെ സമഗ്രമായ വികസനം സാധ്യമാക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിക്കും. The state government has done nothing for the cashew industry. They have done nothing for the cashew industry, and I would like to assure my brothers and sisters of the cashew industry that we will look into the problems of the cashew industry and try to resolve the issues of the cashew industry. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ കശുവണ്ടി തൊഴിലാളികളെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. കശുവണ്ടി മേഖലയെ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഒരു സഹായവും ചെയ്തു കൊടുക്കാത്ത സർക്കാരാണ് കേരളത്തിലേതുള്ളത്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയാൽ കൊല്ലത്തെ കശുവണ്ടി മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ മേഖലയുടെ സമഗ്രമായ വികസനം ഉണ്ടാക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. Before I leave for Delhi, I have a flight to catch. I would like to seek the assurance of my brothers and sisters present here. Any one of you who want to support, vote and support to form the government of BJP in the state of Kerala can raise the slogans with me. I am going to raise the slogans and you can support with raising both of your hands. ഞാൻ പോകുന്നതിന് മുൻപ്, എനിക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് വിമാനമുള്ളത്. പോകുന്നതിന് മുൻപ് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, കേരളത്തിൽ BJPയുടെ ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഞാൻ വിളിച്ചു വരുന്ന മുദ്ര
വാക്യം നിങ്ങൾ രണ്ട് കൈയും ഉയർത്തി അതേപോലെ ഏറ്റുവിളിക്കേണ്ടതാണ്. കേരള മാംഗെ, യു ക്യാൻ സേ ബിജെപി സർക്കാർ. കേരളത്തിന് വേണം എന്ന് അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾ ബിജെപി. Children, because of the killings of the RSS and the BJP workers, we have sacrificed hundreds and hundreds of our karyakartas. For what? For the betterment of Kerala. For the betterment of Kerala. For the development of Kerala. For the well-being of the Keralites. And this is the time to put your 100% efforts to form the government of BJP in Kerala and for the well-being of the Keralites. ഇവിടെ കൂടിയിരിക്കുന്ന നേതാക്കന്മാരെ എല്ലാവരെയും എനിക്ക് കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായി അറിയുന്ന ആൾക്കാരാണ്. പ്രകാശ് ബാബു എന്റെ പഴയ സുഹൃത്താണ്. അദ്ദേഹവുമായി ചേർന്ന് ഞാൻ നിരവധി സമരങ്ങളിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ പങ്കെടുത്തിട്ടുമുണ്ട്. ഞാനിവിടെ കേരളത്തിൽ നിരവധി തവണ വന്നിട്ടുണ്ട്. നമുക്ക് നൂറുകണക്കിന് പ്രവർത്തകരുടെ ജീവനുകളാണ് നഷ്ടമായിട്ടുള്ളത്. നൂറുകണക്കിന് ബലിദാനി കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. നിങ്ങളൊന്ന് ചിന്തിക്കണം, അവരെന്തിനു വേണ്ടിയാണ് അവരുടെ ജീവിതം ത്യജിച്ചത്? ഈ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നമ്മുടെ നൂറുകണക്കിന് വിലപിടിപ്പുള്ള പ്രവർത്തകരുടെ ജീവനുകളാണ് നഷ്ടമായിരിക്കുന്നത്. അവർ സ്വപ്നം കണ്ട ആ മാറ്റമുണ്ടാക്കാൻ ഇതാണ് അവസരം. We came into power and fulfilled the promises. We abolished Article 370 and 35A, which was a long pending demand of Kashmir. We have brought laws for triple talaq and Citizenship Amendment Act. The long pending demand to build a huge Ram temple has also been fulfilled. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കറിയാം, വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടേത്. നമ്മളുടെ ദീർഘകാലത്തെ വാഗ്ദാനമായിരുന്ന കശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന 356 വകുപ്പ് നാം റദ്ദാക്കി. അതോടൊപ്പം തന്നെ മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി മാറ്റി. പൌരത്വ നിയമം ഭേദഗതി ചെയ്തു. രാജ്യത്തിന്റെ ദീർഘകാലമായ നൂറ്റാണ്ടുകളായ ആവശ്യമായിരുന്ന രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളുമായി സർക്കാർ ഇപ്പോൾ മുൻപോട്ടേക്ക് പോവുകയാണ്. Bharat Mata ki. I can see few who are standing didn't get the chair. They're standing on their legs. They can raise their hands as well. Bharat Mata ki. Bharat Mata ki. Bharat Mata ki. Bharat Mata ki. केरला मांगे बीजेपी सरकार. केरला मांगे बीजेपी सरकार. केरला मांगे बीजेपी सरकार. केरला मांगे बीजेपी सरकार. बहुत बहुत धन्यवाद. जय भारत, जय हिंद. അടുത്തതായി അനുരാഗ് ഠാക്കൂർജിക്ക് യുവമോർച്ച കൊല്ലം ജില്ലാ സമിതി നൽകുന്ന സ്വീകരണമാണ്. യുവമോർച്ചയുടെ മുൻ ദേശീയ അധ്യക്ഷനും ബഹുമാനായിട്ടുള്ള ധനകാര്യ സഹമന്ത്രി ശ്രീ അനുരാഗ് ഠാക്കൂർജിക്ക് കൊല്ലത്തിന്റെ യുവമോർച്ചയുടെ സ്വീകരണം നൽകുകയാണ്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ വിഷ്ണു പട്ടത്താനൻ നേതൃത്വം കൊടുക്കുന്ന ജില്ലാ ടീം ശ്രീ അനുരാഗ് ഠാക്കൂർജിയെ സ്വീകരിക്കുകയാണ്. ഹലോ ഭാരത് മാതാ കി. അടുത്തതായി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ്ജിയെ ക്ഷണിക്കുകയാണ്.
യോഗത്തിന്റെ ശ്രീ സംസ്ഥാന വേദി ഉപവിഷ്ടരായിട്ടുള്ള പാർട്ടിയുടെ ആദരണീയരായിട്ടുള്ള നേതാക്കന്മാരെ, അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ വക്താവ് ശ്രീ ഗോപാലകൃഷ്ണ അഗർവാൾജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ, സംസ്ഥാന സെക്രട്ടറി സുരേഷ്, ഇവിടെ സന്നിഹിതരായിട്ടുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്ര ഏതാനും സമയത്തിനകം ചരിത്രമുറങ്ങുന്ന ഈ മൈതാനിയിൽ, ഈ സമ്മേളനത്തിൽ എത്തിച്ചേരും. കഴിഞ്ഞ ഫെബ്രുവരി 21-ാം തീയതി അത്യുത്തര കേരളമായ കാസർഗോഡ് നിന്നും ആരംഭിച്ച വിജയയാത്ര ഇന്ന് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുകയും ചാത്തന്നൂരിലെ സമാപന സമ്മേളനത്തോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കുകയും ചെയ്തു. 7-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന 10,000 പങ്കെടുക്കുന്ന മഹാറാലിയോടുകൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയുടെ ഔപചാരികമായ സമാപനം നടക്കുന്നത്. പ്രിയമുള്ളവരെ, വിജയയാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വിജയം കൈവരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഈ വിജയയാത്രയുടെ സമാപനം വരുന്ന 7-ാം തീയതി തിരുവനന്തപുരത്ത് താൽക്കാലികമായി സമാപിക്കുമെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നേതാക്കന്മാർ വിജയശ്രീ ലാളിതരായി സംസ്ഥാന നിയമസഭയിൽ എത്തിച്ചേരുന്നതോടുകൂടി മാത്രമേ ഈ യാത്ര സമാപിക്കുകയുള്ളൂ എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേവലം ഞങ്ങളുടെ അതിരുകവിഞ്ഞ അവകാശവാദം അല്ല. എല്ലാവർക്കും അറിയാം, ഫെബ്രുവരി 21-ാം തീയതി ഉത്തർപ്രദേശിലെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് വെച്ച് 10,000 സാക്ഷി നിർത്തിക്കൊണ്ടാണ് ശ്രീമാൻ കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന വിജയയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രിയമുള്ളവരെ, അതിനുശേഷം എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുകയുണ്ടായി. ഓരോ പര്യടന പരിപാടിയിലും, ഓരോ സ്വീകരണ പരിപാടിയിലും 10,000 ആളുകളാണ് പങ്കുചേരാൻ എത്തിച്ചേർന്നത്. ആവേശപൂർവമായ ജനക്കൂട്ടം, അഭൂതപൂർവമായ ജനപങ്കാളിത്തം, ഇത് എല്ലാ സ്വീകരണ സമ്മേളനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതാ, ഞാൻ വരുന്ന സമയത്ത് ചാത്തന്നൂരില് സമാപന സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ദേശീയപാതയിൽ എല്ലാ വാഹന ഗതാഗതങ്ങളും
ഇപ്പോ ഏതാണ്ട് നിശ്ചലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ മൈതാനിയിലും ആയിരക്കണക്കിന് ആളുകളാണ് പങ്കുചേർന്നിട്ടുള്ളത്. ഒരു കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പരശുരാമ ക്ഷേത്രത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ പരിവർത്തനത്തിന്റെ സൂചനയാണ് വിജയയാത്രയിൽ കാണുന്ന അഭൂതപൂർവമായ ജനപങ്കാളിത്തമെന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രമേശ് ചെന്നിത്തല ഒരു യാത്ര നടത്തിയിരുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വിജയരാഘവനും CPI-യുടെ നേതാവ് ബിനോയ് വിശ്വവും നേതൃത്വം നൽകുന്ന മറ്റു 2 ജാഥകളും നടത്തിയിരുന്നു. ഞങ്ങൾ ഈ കൊല്ലം ജില്ലയിലെ ഔഷധയാത്ര ഞാൻ ചില സ്ഥലങ്ങളിൽ നിന്ന് കണ്ടിരുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, 5 6 ഔഷധയാത്ര ഒരുമിച്ച് ചേർന്നാൽ, ഔഷധയാത്രയോടനുബന്ധിച്ച സമ്മേളനങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ഒരു വിജയയാത്രയുടെ സ്വീകരണ സമ്മേളനം ആവുകയില്ല എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിജയയാത്രയുടെ സ്വീകരണ പരിപാടിയുടെ പ്രത്യേകത BJP-യുടെ അനുഭാവികളും NDA-യുടെ പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും മാത്രമല്ല, പൊതുസമൂഹം ഈ യാത്രയെ സ്വീകരിക്കാൻ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ യാത്രയുടെ സവിശേഷത, പ്രത്യേകത. കാരണം പുതിയ കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ യാത്രയിലെ പുതിയ ആശയം. പുതിയ കേരളം എന്ന ആശയം ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വിജയയാത്രയുമായി മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അഴിമതിരഹിത കേരളം, പ്രീണന വിമുക്ത രാഷ്ട്രീയം, സമഗ്ര വികസനം എന്നതാണ്. ഇത്തരമൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കാനുള്ള ധാർമ്മിക ശക്തി ഭാരതീയ ജനതാ പാർട്ടിക്കും NDA-ക്കും മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അഴിമതി മുക്ത കേരളം, പ്രീണന വിമുക്ത രാഷ്ട്രീയം, സമഗ്ര വികസനം, ഇത്തരമൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ LDF-ന് സാധിക്കുമോ, UDF-ന് സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഒരിക്കലും സാധ്യമല്ല. പക്ഷെ BJP-ക്ക് സാധിക്കും. ജനങ്ങൾ വിശ്വസിക്കുന്നു. 6 കൊല്ലക്കാലത്തെ കേന്ദ്ര ഭരണത്തിനിടയിൽ ഒരു 5 നയാ പൈസയുടെ അഴിമതി ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിക്കെതിരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമായിട്ടില്ല. ഒരു നയാ പൈസയുടെ അഴിമതിയില്ലാതെ രാജ്യഭരണം നടത്താമെന്ന് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് ശ്രീമാൻ ദാമോദർ ദാസ് നരേന്ദ്രമോദി എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുകയാണ്. ഭരണമെന്നുള്ളത് ഭരണാധികാരികൾക്ക് അതിരുകളില്ലാതെ സമ്പാദിക്കാനുള്ള അവസരമാണെന്നാണ് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ധരിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും കരുതിയിരിക്കുന്നത്. എന്നാൽ അധികാരം രാഷ്ട്ര സേവനത്തിന് എന്ന മുദ്രാവാക്യവുമായിട്ട് 6 കൊല്ലക്കാലം രാജ്യഭരണവുമായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നു. അഴിമതിയില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു? രാജ്യത്ത് വികസനത്തിന്റെ പുതിയ വിപ്ലവമുണ്ടായി പ്രിയമുള്ളവരെ. കാരണം ജനങ്ങളുടെ നികുതിപ്പണം മുഴുവൻ ജനക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന് സാധിച്ചു. അതുകൊണ്ട് 6 കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ 60 കൊല്ലക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയാത്ത വികസനമാണ് ഈ ഭാരതത്തിൽ പ്രിയമുള്ളവരെ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയത്. അതുകൊണ്ട് അഴിമതി മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ച നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP-ക്ക് അഴിമതി മുക്ത കേരളവും
സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന മലയാളികൾ വിശ്വസിക്കുന്നു. കേന്ദ്രത്തില് അഴിമതി നടത്താത്തത് കൊണ്ട് നികുതിപ്പണം മുഴുവൻ ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിച്ചു. ഏതാണ്ട് 30 കോടിയിലധികം വരുന്ന കർഷകർക്ക് 6,000 രൂപ കിസാൻ സമ്മാൻ യോജനയിലൂടെ കൊടുത്തു. ഇതേപോലെ തന്നെ മുദ്രാ ലോണിലൂടെ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ സംരംഭം തുടങ്ങാൻ വായ്പ നൽകി. കൊറോണ കാലത്ത് ജൻധൻ അക്കൗണ്ടിലൂടെ 1,500 രൂപ നൽകി. മാത്രമല്ല, ലോകം മുഴുവൻ കൊറോണയുണ്ടായിരുന്നു. കൊറോണ ബാധിച്ച് മരിച്ചവരെക്കാൾ കൂടുതൽ പട്ടിണി കൊണ്ട് മരിച്ചത് പലരും പല ലോകരാഷ്ട്രങ്ങളിൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ഇന്ത്യയിലെ 90 കോടിയോളം ജനങ്ങൾക്ക് ഒരാൾക്ക് 5 കിലോഗ്രാം അരി, അത് കാലത്ത് പട്ടിണി എയർപോർട്ട് എല്ലാം പ്രിയമുള്ളവരെ വികസിച്ചു. ഒരു വികസനത്തിന്റെ പുതിയ വസന്തമാണ് ഈ ഭാരതത്തിൽ 6 വർഷക്കാലത്തെ നരേന്ദ്രമോദി. അതുകൊണ്ട് BJPയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയില് അഴിമതി മുക്ത കേരളമെന്നും അതേപോലെ തന്നെ സമഗ്ര വികസനമെന്നും ഞങ്ങൾ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ മുദ്രാവാക്യത്തെ 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാകും എന്നവർ വിശ്വസിക്കുകയാണ്. മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ എല്ലാ ജനക്ഷേമകരമായ പദ്ധതികളും അനുഭവിച്ചത് ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും വേഷത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല. കിസാൻ സമ്മാൻ യോജന കൊടുക്കുന്ന സമയത്ത് നിന്റെ ജാതി ഏതാ മതമേതാ ചോദിക്കുന്നില്ല. മുദ്രാ ലോണിലൂടെ തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ സംരംഭം തുടങ്ങാൻ 50,000, 5 ലക്ഷം, 10 ലക്ഷം കൊടുത്തപ്പോ ജാതിയും മതവും ചോദിച്ചിട്ടില്ല. പ്രീണനമുക്ത രാഷ്ട്രീയം എന്നുള്ളത് 6.5 വർഷക്കാലത്തിനിടയിൽ ശ്രീമാൻ നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേരളത്തിലും ഉണ്ടാകണം. അതുണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയും NDAയും മാത്രമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, മറുഭാഗത്ത് നോക്കൂ നിങ്ങൾ. BJPയും NDAയും എന്താണോ ജനമധ്യത്തിൽ അവതരിപ്പിച്ചത് അതെല്ലാം ശരിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇരുമുന്നണിയല്ല, ഒരു മുന്നണിയാണെന്നുള്ള സൂര്യ തേജസ് പോലുള്ള സത്യം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, LDFും UDFും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പിണറായി വിജയൻ തന്നെ, 2 ഉമ്മൻചാണ്ടിയാണ്. ഈ 2 പേരുടെയും മുഖം അഴിമതി കൊണ്ട് വികൃതമായി എന്ന് ഞങ്ങൾ ആരോപിച്ചാൽ ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഈ 2 പേർക്കും LDFിന്റെയും UDFിന്റെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചത് 2 സ്ത്രീകളാണ്. പ്രിയമുള്ളവരെ, 2 സ്ത്രീകളാണ്. LDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പിണറായി വിജയനെതിരെ ആരോപണം
ആരോപണം ഉന്നയിച്ചത് സ്വപ്ന സുരേഷ് ആണെങ്കിൽ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് ആരാ? സരിതയായിരുന്നു. സ്വപ്നയും രണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്കുമെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കസ്റ്റംസ് കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതിലെന്താ പറയുന്നത് അറിയോ നിങ്ങൾ? കസ്റ്റംസ് ആക്ടിന്റെ 108 വകുപ്പ് പ്രകാരം, അതേപോലെ 164 നമ്മുടെ വക്കീൽമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, 164 വകുപ്പ് പ്രകാരം സ്വർണ്ണക്കടത്ത് കേസിലെ ആസൂത്രകയും മുഖ്യ പ്രതിയുമായ സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് കോടതിയിൽ പുതിയ സത്യവാങ്മൂലം കൊടുത്തത്. അതിലെന്താ പറയുന്നത്? പ്രിയമുള്ളവരെ, സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വർണ്ണക്കടത്ത് നടത്തി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലൂടെ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട്. പങ്കുണ്ടെന്ന് ആദ്യമായി ആരോപണം വരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇവർ ഇരട്ടച്ചങ്കുണ്ടെന്ന് അവകാശപ്പെടുന്ന ശ്രീമാൻ പിണറായി വിജയനെതിരായിട്ടാണ് എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷെ ഇപ്പൊ സ്വപ്ന പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുകൂടിയാണ്. ഹവാല ഇടപാടിൽ കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് ഹവാല കൈമാറിയതില് മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും 3 മന്ത്രിമാർക്കും പങ്കുണ്ടെന്ന് മാത്രമല്ല, ഇതിന്റെ സാമ്പത്തികമായിട്ട് നേട്ടം മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും മന്ത്രിമാർക്കും ലഭിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ ഹവാല ഇടപാടിന്റെ പിന്നിൽ രാജ്യദ്രോഹമാണ്. ഹവാല ഇടപാട്, അതായത് ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൈക്കൂലിയിലൂടെ അഴിമതിയിലൂടെ കേരളത്തിന് ലഭിച്ച പണം വിദേശത്തെത്തിക്കുകയും അത് സ്വർണമായി കേരളത്തിലേക്ക് വരികയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ സ്വർണ്ണ കച്ചവടത്തിൽ ലഭിച്ച ലാഭം ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഹവാല റിവേഴ്സ് ഹവാലയുടെ പ്രത്യേകത. ഞാൻ ചോദിക്കട്ടെ, ഹവാലയിലൂടെ രാജ്യദ്രോഹ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയതായിട്ടൊരു കേന്ദ്ര ഏജൻസി കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. പ്രിയമുള്ളവരെ, കേരളത്തിലെ മുഖ്യമന്ത്രി രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയിരിക്കുന്നു, ഹവാല കേസിൽ പങ്കെടുത്തിരിക്കുന്നു, സാമ്പത്തിക നേട്ടമുണ്ടായിരിക്കുന്നു എന്ന് കേന്ദ്ര ഏജൻസി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് വെറുതെയുള്ള റിപ്പോർട്ടല്ല. ഇത് കസ്റ്റംസ് ആക്ടിന്റെ 108 വകുപ്പ് പ്രകാരം, അതേപോലെ 164 പ്രകാരം നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. ഞാൻ ചോദിക്കട്ടെ, ഉളുപ്പുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി രാജിവെച്ച് എത്രയും വേഗം പുറത്തു പോകണം. അധികാര തുടർച്ച മണ്ണാങ്കട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇനി എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിക്ക് അധികാര കസേര ഇരിക്കാൻ സാധിക്കുക? മാത്രമല്ല 3 മന്ത്രിമാർ, സ്പീക്കർ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് അധികാര തുടർച്ച? LDF ജനങ്ങളോട് പറയണം, സ്വർണ്ണക്കടത്ത് വീണ്ടും നടത്താനാണോ അധികാര തുടർച്ച? ഹവാലയും റിവേഴ്സ് ഹവാലയും ഇനിയും നടത്താനാണോ അധികാര തുടർച്ച? കൈക്കൂലിയും കമ്മീഷനും കൈപ്പറ്റാനാണോ അധികാര തുടർച്ച? കള്ളപ്പണം വെളുപ്പിക്കാനാണോ അധികാര തുടർച്ച? ഈ നാട്ടിലെ ജനങ്ങളോട് LDF പറയാൻ തയ്യാറാകണം. ഇപ്പോ എന്താ ചെയ്യുന്നത് അറിയോ നിങ്ങള്? ഇപ്പൊ കേന്ദ്ര ഏജൻസിയെ ഭീഷണിപ്പെടുത്തുക. ഇപ്പൊ നാളെ DYFIക്കാര് EDയുടെ ഓഫീസിലേക്കും എക്സൈസ് ഓഫീസിലേക്കും മാർച്ച് നടത്താൻ വേണ്ടി പോവുകയാണ്. ഇന്നലെ ധനമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ? കിഫ്ബിക്കെതിരെ ED കേസെടുത്തപ്പോ, അന്വേഷണം നടത്താൻ തയ്യാറായപ്പോ നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് ഈ ചട്ടം വിത്തരം കാണിക്കണ്ട എന്ന. എന്താ ഒരു കാര്യം തോമസ് ഐസക്ക് മനസ്സിലാക്കുന്ന നല്ലതാണ്. അതായത് നമ്മുടെ തോമസ് ഐസക്കിന്റെ കവലച്ചട്ടം വിത്തരത്തിന് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കാൻ തയ്യാറാകുമായിരിക്കും. എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും
കവലച്ചട്ടമ്പിത്തരത്തിന് മുന്നിൽ, ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന ഭരണാധികാരികളല്ല രാജ്യം ഭരിക്കുന്നത് എന്ന് CPM മനസ്സിലാക്കുന്ന നല്ലത്. അതായത് നിങ്ങളുടെ എല്ലാ കള്ളക്കഥകളും പുറത്തു കൊണ്ടുവരുമെന്ന് മാത്രമല്ല, നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര ഏജൻസിയും തയ്യാറാകും. ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം. നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകും. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ ഏജൻസികളെ വശത്താക്കാൻ ഇവിടെ LDFും CPMും ശ്രമിക്കണ്ട എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. അതുകൊണ്ടിപ്പോ എല്ലാ കുറ്റവും അന്വേഷണ ഏജൻസിയുടെ തലയിലാണ് ഇവർ കെട്ടിവെക്കുന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത്, പ്രിയമുള്ളവരെ, ഈ LDFന് അഴിമതിക്കെതിരായിട്ട് എന്ത് സംസാരിക്കാനാണ് സാധിക്കുക? അഴിമതിക്കെതിരായിട്ടൊന്നും സംസാരിക്കാൻ നമ്മുടെ LDFനും അതുപോലെ CPMനും സാധ്യമല്ല. ഒരു അധോലോക ഭരണമാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഈ സംസ്ഥാനത്ത് നടന്നിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, കോൺഗ്രസിനെ കുറിച്ചും UDFനെ കുറിച്ചും ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നടന്ന അധമ ഭരണം, അതായത് അഴിമതിയിലും അനാശാസ്യത്തിലും അവിഹിതത്തിലും അധിഷ്ഠിതമായ അധമ ഭരണത്തോടുള്ള അമർഷവും പ്രതിഷേധവുമായിരുന്നു 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെ ജനങ്ങൾ സ്വീകരിച്ച് അധികാരത്തിലെത്തിച്ചത്. പക്ഷെ പ്രിയമുള്ളവരെ, കോൺഗ്രസിന് ഒരു അഴിമതിരഹിത ഭരണം നടത്താൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, അഴിമതിയില്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധ്യമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് കോൺഗ്രസിനെ ജനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ്. കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണെന്ന് ആരാ സമ്മതിച്ചത്? അത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതിന് തലത്തൊട്ടപ്പന്മാരായ കോൺഗ്രസ് നേതാവാണ്. അതായത് കോൺഗ്രസ് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലായതുകൊണ്ട് അതിൽ നിന്ന് ആദ്യമായി കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ചില ആളുകൾ പറയുന്നത്, ജീവിത നൈരാശ്യം വന്നാൽ പലരും കടലിൽ ചാടി ആത്മഹത്യ ചെയ്യും. പക്ഷെ രാഷ്ട്രീയ രംഗത്ത് പരാജയം സംഭവിച്ചാൽ കടലിൽ ചാടിയിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസ് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, കോൺഗ്രസിന്റെ അധമ രാഷ്ട്രീയവും LDFന്റെ അധോലോക രാഷ്ട്രീയവും കേരളത്തെ, പ്രിയമുള്ളവരെ, അധപ്പതിപ്പിച്ചു. അതുകൊണ്ട് ഈ അധമ രാഷ്ട്രീയത്തിൽ നിന്നും അധോലോക രാഷ്ട്രീയത്തിൽ നിന്നും ഈ കേരളത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ സംസ്ഥാന അധ്യക്ഷനെ വരവേൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. बोलो भारत माता की जय जय बीजेपी स्वागतम सुस्वागतम के सुरेंद्र स्वागतम कोलत्ता की स्वागतम की स्वागतम जय 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 बीजेपी जय 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 भारत माता जय 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 के सुरेंद्रन जय 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 विजय यात्रा जय 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 बीजेपी जय जय बीजेपी
വന്ദേ 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 മാതരം. ബോലോ ഭാരത് മാതാ കി. ഒരിക്കൽ കൂടി കരഘോഷങ്ങളോടെ സംസ്ഥാന അധ്യക്ഷനെ വിജയയാത്രാ നായകനെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ യാത്രയുടെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ശുചീകരണം എന്നുള്ള പ്രക്രിയ ഈ കേരളത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭ്യർത്ഥന. എന്ത് തരത്തെ ശുചീകരണമാണ്? രാഷ്ട്രീയ രംഗത്തും കേരളത്തിൽ ശുചീകരണം ആവശ്യമാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ റോഡിൻ്റെ പരിസരത്തുള്ള മാലിന്യങ്ങൾ മാത്രം നീക്കം ചെയ്താൽ പോരാ. രാഷ്ട്രീയ രംഗത്തെ മാലിന്യങ്ങളെയും നമുക്ക് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നീക്കം ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എത്ര നിർഭാഗ്യവന്മാരാ. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഉപേക്ഷിച്ച രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് കോൺഗ്രസും CPM-ഉം. ഈ രണ്ട് രാഷ്ട്രീയ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് എവിടെയാ? ഈ കേരളത്തിൽ മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിൽ കുന്നുകൂടി കിടക്കുന്ന ഈ CPM ആകുന്ന, കോൺഗ്രസ് ആകുന്ന, LDF ആകുന്ന, UDF ആകുന്ന രാഷ്ട്രീയ മാലിന്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് കേരള രാഷ്ട്രീയ രംഗത്ത് ഒരു ശുചീകരണം ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നുള്ള അമര സന്ദേശം വഹിച്ചുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വിജയയാത്രയുമായിട്ട് പ്രിയമുള്ളവരെ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കൊറോണയുടെ കാലഘട്ടം. കൊറോണയുടെ മുദ്രാവാക്യം എന്താ? കൊറോണയുടെ മുദ്രാവാക്യം ബ്രേക്ക് ദ ചെയിൻ എന്നാണ്. ഇതുവരെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് LDF, UDF, LDF ഈ തുടർച്ചയാണ് കണ്ടത്. ഈ ആവർത്തനമാണ് കണ്ടത്. ഈ ആവർത്തനമാണ് കേരളത്തെ അധപ്പതനത്തിലെത്തിച്ചത്. അതുകൊണ്ടൊരു ബ്രേക്ക് ദ ചെയിൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നും ഈ രണ്ട് മുന്നണികളെയും നിലംപരിശാക്കണമെന്ന് BJPയും NDAയും അഭ്യർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, കേരളത്തെ എല്ലാ അർത്ഥത്തിലും തകർത്ത LDF-ൽ നിന്നും UDF-ൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ അകലം പാലിക്കാൻ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തയ്യാറാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വിജയയാത്രയുടെ ആമുഖ പ്രഭാഷണത്തിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായിട്ടുള്ള ശ്രീ MT രമേശ് അവരുകളെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ PB ഗോപകുമാർ, ഈ വിജയയാത്രക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ബഹുമാന്യായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K സുരേന്ദ്രൻ, ഈ വേദിയിൽ നേരത്തെ സംസാരിച്ച പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ PK കൃഷ്ണദാസ് ജി, വേദിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, നമസ്കാരം. ഫെബ്രുവരി 21-ാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ചിട്ടുള്ള വിജയയാത്ര കാസർഗോഡ് മുതൽ പത്തനംതിട്ട വരെയുള്ള ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്നു രാവിലെയാണ് കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചത്. ഈ ജില്ലയിൽ രാവിലെ പുനലൂരിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള വിജയയാത്രയുടെ സ്വീകരണ സമ്മേളനം ചാത്തന്നൂരിലെ സമാപന സമ്മേളനത്തോടുകൂടി അവസാനിക്കുകയാണ്. ഒരു പരിപാടി കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ടും ദീർഘമായി നേതാക്കന്മാരെല്ലാവരും സംസാരിച്ചു എന്നുള്ളതുകൊണ്ടും ഞാനതെല്ലാം ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയ കേരളത്തിൻ്റെ മുമ്പാകെ ഒരു വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ യാത്രക്ക് നേതൃത്വം കൊടുത്തത്.
ഒരു പുതിയ കേരളം ഉണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്നു. അത് BJPയുടെ മാത്രം ആഗ്രഹമല്ല, മലയാളികളുടെ ആകെയുള്ള ആഗ്രഹമാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, സാധാരണക്കാരായിട്ടുള്ളകൾ, അവരുടെ എല്ലാ മനസ്സിൽ കേരളത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ശ്രമിക്കുന്നത്. നാം പുതിയ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിത് വീണ്ടും ആവർത്തിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല. എല്ലാ രംഗത്തും പരാജയപ്പെട്ടു പോയ എൻ്റെ കഥയാണ് കേരളത്തിനുള്ളത്. അവിടെയാണ് ഒരു മാറ്റമുണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനം എന്താകണമെന്ന് BJPക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. കേരളത്തിൻ്റെ എല്ലാ കാലത്തെയും ശാപം ഈ നാടിനെ തകർത്തെറിഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും കണ്ടിട്ടുള്ള അഴിമതിയാണ്. അതുകൊണ്ടാണ് ഈ വിജയയാത്രയിൽ അഴിമതിമുക്തമായ ഭരണം കേരളത്തിലുണ്ടാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്നത്. മത സാമുദായിക ശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ട് സംഘടിതമായിട്ടുള്ള മതത്തിൻ്റെ മുമ്പിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സാമുദായിക മതവർഗീയ ശക്തികൾക്ക് വിലപേശാനുള്ള മണ്ണായി ഈ കേരളത്തെ മാറ്റിയത് 6 പതിറ്റാണ്ട് കാലത്തെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭരണത്തിൻ്റെ തിക്തഫലമാണ്. അത് മാറ്റമുണ്ടാവണം. എണ്ണത്തിൻ്റെയും വണ്ണത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് വർഗീയ ശക്തികളും മതശക്തികളും വിലപേശുന്ന നാടായി നമ്മുടെ കേരളം മാറാൻ വേണ്ടി പാടില്ല. അതുകൊണ്ടാണ് വർഗീയ വിരുദ്ധമായ, പ്രീണന വിരുദ്ധമായ ഒരു രാഷ്ട്രീയം ഉണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിന് സമഗ്രമായ വികസനമുണ്ടാകണം. ഈ ആശയമാണ് വിജയയാത്രയുടെ സന്ദേശമായി BJP മുമ്പോട്ട് വെക്കുന്നത്. പുതിയ കേരളത്തിൻ്റെ സന്ദേശം ഈ സന്ദേശമാണ്. ഞങ്ങൾ പുതിയ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ സംശയിക്കുന്നവരുണ്ടാകാം. നിയമസഭയിലെ ഒരു MLA മാത്രമുള്ള BJPക്ക് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ള ആളുകളോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്ത് ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. 2014 ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞത്, ഞാനൊരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ആ പുതിയ ഇന്ത്യയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ജനങ്ങളുമായി പങ്കുവച്ചപ്പോൾ അദ്ദേഹത്തെ കളിയാക്കിയവരും പരിഹസിച്ചവരും നമ്മുടെ നാട്ടിലുണ്ട്. നരേന്ദ്രമോദി അതിര് കടന്ന് അവകാശവാദം പറയുകയാണ്, അയഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്, സങ്കല്പലോകത്താണ് അദ്ദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ചവർ, അദ്ദേഹത്തെ കളിയാക്കിയവർ, അദ്ദേഹത്തെ പരിഹസിച്ചവരാണ് നമ്മുടെ നാട്ടിലെല്ലാം ഉള്ളത്. പക്ഷേ 6 കൊല്ലത്തിനപ്പുറം ഇന്ന് നാം അറിയുന്നു, ഞാനും നിങ്ങളും ജീവിക്കുന്നത് പഴയ ഇന്ത്യയിലല്ല, ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യയിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പഴയ പരാജയത്തിൻ്റെ കഥകൾ പറയുന്ന ഇന്ത്യയല്ല, ആത്മാഭിമാനം നഷ്ടപ്പെട്ടു പോയവൻ്റെ ഇന്ത്യയല്ല, പിച്ചച്ചട്ടിയുമെടുത്ത് ലോകത്തിന് മുമ്പിൽ യാചകന്റെ വേഷം കെട്ടിയാടുന്ന ഇന്ത്യയല്ല. പകരം ആത്മാഭിമാനത്തെ ഇന്ത്യ, സ്വാഭിമാനത്തിൻ്റെ ഇന്ത്യ, സ്വാവലംബനത്തിൻ്റെ ഇന്ത്യ. ലോകത്തിലേത് കോണിലും പോയി എനിക്കും നിങ്ങൾക്കും ഇന്ന് നെഞ്ചു വിരിച്ച് ശിരസുയർത്തി പറയാൻ സാധിക്കും, ഞാൻ ജീവിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലാണ്, പുതിയ ഇന്ത്യയിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത്, 6 കൊല്ലക്കാലം കൊണ്ട് ശ്രീ നരേന്ദ്രമോദിക്ക് പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ K. സുരേന്ദ്രന് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ വിജയയാത്രയുടെ സന്ദേശം. ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ജാഥ BJP സംഘടിപ്പിച്ചത്. അതുകൊണ്ട് പുതിയ കേരളത്തിലേക്കുള്ള പ്രയാണം ഈ ഏപ്രിൽ 6 നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നു. മെയ് മാസത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. ആ ഗവൺമെന്റ് പുതിയ കേരളത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മെയ് മാസം 7 തീയതിയാണ് ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. മാർച്ച് മാസം 7 തീയതി 7 തീയതി യാത്ര മാത്രമേ സമാപിക്കുകയുള്ളൂ. പക്ഷേ ഈ കേരളത്തിൻ്റെ പുതിയ കേരളത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു വലിയ വിജയത്തിന് തുടക്കം കുറിക്കുന്നതായിരിക്കും 7 തീയതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജാഥയോടൊപ്പം പുതിയ കേരളം എന്ന സന്ദേശത്തോടൊപ്പം ഈ കൊല്ലത്തെ പ്രബുദ്ധരായ ജനാധിപത്യ സമൂഹം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ അഭൂതപൂർവമായിട്ടുള്ള ജനസഞ്ചയമാണ് ഈ യാത്രയിലുടനീളം കൊല്ലത്തുണ്ടായിട്ടുള്ളത്. കൊല്ലം ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ അടിത്തറവാകിയ ജില്ലയാണ് ഈ കൊല്ലം ജില്ല.
പക്ഷേ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവക്കല്ലറ കൂടിയായി ഈ കൊല്ലം ജില്ല മാറുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ജില്ലയിലുടനീളം ഇന്ന് രാവിലെ മുതൽ ഈ യാത്രക്ക് നൽകിയ അഭൂതപൂർവമായ സ്വീകരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ യാത്രയോടൊപ്പം, യാത്രാ നായകനോടൊപ്പം, യാത്രയുടെ സന്ദേശത്തോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. നമസ്കാരം. നമ്മുടെ വിജയയാത്രയുടെ ജാഥ ക്യാപ്റ്റന് നമ്മുടെ ജില്ലയിൽ നിന്നും നൽകുന്ന സ്വീകരണ പരിപാടിയാണ് അടുത്തത്. ഭാരതീയ ജനതാ പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. ചേട്ടാ വിളിച്ചോളാം, അവിടെ നിന്നാ മതി. प्लो भारत माता के, प्लो भारत माता के, प्लो भारत माता के. അടുത്തത് വിവിധ മണ്ഡലങ്ങളുടെ 3 മണ്ഡലങ്ങളുടെ സ്വീകരണമാണ്. ആദ്യമായി ചവറ നിയോജക മണ്ഡലത്തിന് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജയൻ ചേനകര ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. അടുത്തതായി കൊല്ലം നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാംരാജ് ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. അടുത്തതായി ഇരവിപുരം നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ CB പ്രതീഷ് ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. അടുത്തതായി ഭാരതീയ ജനതാ യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് വിഷ്ണു പട്ടത്താനം ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. അടുത്തതായി സ്വാഗത സംഘത്തിന് വേണ്ടിയിട്ട് ശ്രീ AG ശ്രീകുമാർജിയും ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. അടുത്തതായി പാർട്ടിയുടെ കൊല്ലം മണ്ഡലത്തിലെ ആശ്രാമം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്വീകരണം കോർപ്പറേഷൻ കൗൺസിലർമാരുടെ ശൈലജ, ഗിരീഷ്, അഭിലാഷ്, അനീഷ്, കൃപ, സജിതാനന്ദ ടീച്ചർ എന്നിവർ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ശ്രീ സുജിത്ത്, മഞ്ജു, രതീഷ്, അനന്തകൃഷ്ണൻ, ജയകുമാരി, രജനി എന്നിവർ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. മേഖലാ ഭാരവാഹികളായ ശ്രീ അഡ്വക്കേറ്റ് G ഗോപകുമാർ, അഡ്വക്കേറ്റ് V വിനോദ്, സുജിത് സുകുമാരൻ എന്നിവർ ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ M സുനിൽജി ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കുന്നു. സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർമാർ S ദിനേശ് കുമാർ, ശിവൻ പിള്ള, ഡിസ്ട്രിക്ട് ഭാരവാഹികൾ ശശികല റാവു, മോർച്ച മണ്ഡലം പ്രസിഡന്റ് യുവമോർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രണവ് താമരക്കുളം, മഹിളാ മോർച്ചയ്ക്ക് വേണ്ടിയിട്ട് പുഷ്പലത പനയം, കർഷക മോർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഷൈൻ കടവൂർ, OBC മോർച്ചയ്ക്ക് വേണ്ടിയിട്ട് സന്തോഷ്, SC മോർച്ചയ്ക്ക് വേണ്ടിയിട്ട് രഘു വിക്രമൻ, മൈനോറിറ്റി മോർച്ചയ്ക്ക് വേണ്ടിയിട്ട് അശോക് കുമാർ. ജില്ലാ കമ്മിറ്റി MS ലാൽ, അജിത് M, സന്ദീപ്, സുരേഷ് കുമാർ, നാരായണൻകുട്ടി. അടുത്തതായി ചവറ മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ബലരാമൻ, സാബു, അനിൽ മാടപ്പള്ളി, മുരളീധരൻ, എബി, മനോജ് കുമാർ, ശശിധര പിള്ള, ശ്രീ കൃഷ്ണകുമാർ, ശ്യാം കുമാർ, ശിവകുമാർ. മോർച്ച മണ്ഡലം പ്രസിഡന്റുമാർ അരുൺ ബാബു, ബിന്ദു ബലരാമൻ, സുജല, ജയൻ സാഗര, പോൾ രാജ്, ശിവകുമാർ, പ്രസീദ്. ശ്രീ ശൈലേന്ദ്ര ബാബു ഇരവിപുരം മണ്ഡലം കമ്മിറ്റിക്ക് വാളത്തുങ്ങൽ ഏരിയ ഉണ്ണികൃഷ്ണൻ, മുണ്ടക്കൽ ഏരിയ അഭിഷേക്, ഇരവിപുരം ഏരിയ പ്രദീപ്, വടക്കേവിള ഏരിയ സജു, പുന്തലത്താഴം ഏരിയ സുനിൽ, കിളികല്ലൂർ ഏരിയ നാഗരാജൻ, മയ്യന്നൂർ നോർത്ത് ബിനു, മയ്യനാട് സൗത്ത് സജീവ്. മോർച്ചകൾ കർഷക മോർച്ച ചന്ദ്രചൂഡൻ, യുവമോർച്ച സന്ദീപ്, OBC മോർച്ച സുരേഷ് ലാൽ, മഹിളാ മോർച്ച നിഷ, SC മോർച്ച രഞ്ജിത്ത് പടനിലം, ന്യൂനപക്ഷ മോർച്ച അഫ്സൽ അസ്ലം. വളരെ വേഗത്തിൽ തന്നെ സ്വീകരിച്ച് അടുത്ത വഴിയിലൂടെ പോകുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം.
ഇല്ല ഇല്ല, സ്വീകരിച്ചാൽ മതി, ഞാൻ എടുത്തുതരാം. LJPക്ക് വേണ്ടിയിട്ട് നിഷാദ്, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷൈജു കോശി. വളരെ വേഗത്തിൽ നമ്മുടെ സ്വീകരണ പരിപാടികൾ ചെയ്തു തീർക്കണം. വളരെ വേഗത്തിൽ അങ്ങ് മുന്നോട്ട് പോകേണ്ടതാണ്. വളരെ വേഗത്തിൽ അങ്ങ് പോകണം. സ്വീകരണ പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ പാർട്ടിയിലേക്ക് ഞാൻ എല്ലാം എഴുതി. ഈ പേര് വിളിക്കുന്നവരല്ലാതെ ഒരാളും അകത്തേക്ക് ഈ വേദിയിലേക്ക് കടന്നു വന്ന് വളരെ തിരക്കുണ്ടാക്കരുത്. നമുക്ക് സമയം അതിക്രമിച്ചത് കൊണ്ട് അടുത്ത സ്വീകരണ സ്ഥലമായിട്ടുള്ള ചാത്തന്നൂരേക്ക് പോകേണ്ടതുണ്ട്. ദയവ് ചെയ്ത് എല്ലാ പ്രവർത്തകരും നമ്മുടെ നിർദ്ദേശം പാലിക്കണം. ഇവിടെ പേര് വിളിച്ചവർ മാത്രമാണ് സ്വീകരിക്കേണ്ടത്. ബാക്കിയുള്ളവരെല്ലാവരും ഈ വേദിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതാണ്. അപ്പം സ്വീകരണ പരിപാടികൾ അവസാനിച്ചിരും. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. നമ്മുടെ പാർട്ടിയിലേക്ക് കൊല്ലം ബാറിലെ ജനകീയനായ മുതിർന്ന അഭിഭാഷകനും മലയാളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, പ്രഭാഷകൻ, കർഷകൻ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഡ്വക്കേറ്റ് വെളിയം രാജീവ് അവറുകളെ പാർട്ടിയുടെ സമാരാധ്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ, നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ആദരിക്കുകയാണ്. അദ്ദേഹം പഠനകാലത്ത് സജീവ SFIയുടെ പ്രവർത്തകനായിരുന്നു. SFIയുടെ ജില്ലാ, സംസ്ഥാന, അഖിലേന്ത്യാ ഭാരവാഹിയായിരുന്നു. 1978-79 കൊല്ലം ശ്രീനാരായണ കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു. ബഹുമാന്യനായിട്ടുള്ള അഡ്വക്കേറ്റ് വെളിയം രാജീവ് അവറുകളെ സംസ്ഥാന അധ്യക്ഷൻ ആദരിക്കുകയാണ്. പ്ലോ ഭാരത് മാതാ കേ, പ്ലോ ഭാരത് മാതാ കേ, പ്ലോ ഭാരത് മാതാ കേ. ഇവിടെ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജാഥാ നായകൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ BB ഗോപകുമാർജി, പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയങ്കരനായ K. കൃഷ്ണദാസ് ജി, ഈ വേദിയിലും സദസ്സിലുമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സർവാദരണീയരായിട്ടുള്ള നേതാക്കളെ,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിജയയാത്ര വളരെ വൈകിയാണ് കൊല്ലം നഗരത്തിൽ എത്തിയിരിക്കുന്നത്. ഇനി ചാത്തന്നൂരിലും ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കേന്ദ്രമന്ത്രി ശ്രീ അനുരാഗ് ഠാക്കൂറും പാർട്ടിയുടെ നേതാവ് കൃഷ്ണദാസ് ജിയും എല്ലാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചു. ആമുഖ ഭാഷണത്തിൽ ശ്രീ MT രമേശും ഈ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് വിശദീകരിച്ചു. കേരളം ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വിജയയാത്രയുടെ ഓരോ സ്വീകരണ വേദിയിലും നിരവധി പ്രമുഖരായിട്ടുള്ള പൊതുപ്രവർത്തകർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. രണ്ട് മുന്നണികളോടും ശക്തമായിട്ടുള്ള അമർഷവും പ്രതിഷേധവുമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. സാർവത്രികമായ അഴിമതിയും കെടുകാര്യസ്ഥതയും വർഗീയ പ്രീണന നയങ്ങളും കാരണം വികസനം മുരടിച്ച നാടായി കേരളം മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് പകരം സ്വന്തം കീശ വീർപ്പിക്കാനാണ് നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ ശ്രമിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ലോകത്തിനു മുമ്പിൽ കേരളത്തെ നാണം കെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 കൊല്ലം നടത്തിയ അനധികൃതമായ ഇടപാടുകളും ഹവാല ഇടപാടുകളും അഴിമതിയും കള്ളക്കടത്തും കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾ തലകുനിക്കേണ്ട സ്ഥിതി വന്നു. ഇന്ന് കസ്റ്റംസ് കൊടുത്തിരിക്കുന്ന മൊഴി, അഫിഡവിറ്റ്, സത്യവാങ്മൂലം ഈ ലോകത്തുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഡോളർ കടത്തുകാരെ സഹായിച്ചുവെന്നും അതിന് പ്രതിഫലം വാങ്ങിയെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കസ്റ്റംസ് അഫിഡവിറ്റായി നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, 164 മൊഴിയാണ്. മജിസ്ട്രേറ്റിന് മുമ്പാകെ സ്വമേധയാ നൽകിയ മൊഴി വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഇക്കാര്യം ജൂലൈ 6-ാം തീയതി മുതൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ സൂത്രധാരൻ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് കള്ളക്കടത്ത് നടന്നത്. മുഖ്യമന്ത്രിയുടെ സഹായം ലഭിച്ചിരുന്നു. മുഖ്യമന്ത്രി പ്രതിഫലം പറ്റിയെന്ന് ആദ്യം പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്നത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു ദയനീയമായ ചിത്രമാണ് കേരളത്തിൽ. കൃത്യം 5 കൊല്ലം മുമ്പ് നാം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്തത് സോളാർ ചാണ്ടിയെക്കുറിച്ചായിരുന്നു. സരിതയും സംഘവും നടത്തിയ തട്ടിപ്പിനെ നമ്മൾ പറഞ്ഞത് സോളാർ ചാണ്ടി എന്നാണ്, ഉമ്മൻചാണ്ടിയെ. 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സോളാർ ചാണ്ടി ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് ഡോളർ പിണറായിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ താരമായിട്ട് വന്നിരിക്കുന്നത്. സോളാർ ചാണ്ടിയും ഡോളർ പിണറായിയും തമ്മിൽ എന്താണ് വ്യത്യാസം? സരിത അവിടെ എല്ലാം എഴുതി കൊടുക്കുന്നതായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ സർക്കാർ പദ്ധതികൾ. ജനങ്ങളെ കബളിപ്പിക്കാൻ ഒരു കൊള്ളസംഘം പോലെ തട്ടിപ്പുകാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മറയാക്കി. ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു. ആ ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിപ്പിക്കാൻ വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരാണ് സോളാർ ചാണ്ടിയെ വെല്ലുന്ന നിലയിൽ ഡോളർ പിണറായിയായി സരിതയ്ക്ക് പകരം സ്വപ്നയായി എന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് കാതലായ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഭീകരമായിട്ടുള്ള കൊള്ളയാണ് നടന്നത്. നേരം വെളുക്കുന്നത് വരെ കക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് സർവത്ര കൊള്ളയടിക്കുക. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ഒരൊറ്റ മന്ത്രി ഒഴിവ് വേണ്ടേ? 3 മന്ത്രിമാർ ഈ കേസിൽ തന്നെ പ്രതിയാണ്. സ്പീക്കർ പ്രതിയാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത്? നമ്മുടെ കൊല്ലത്തെ മേഴ്സിക്കുട്ടിയമ്മ, നമ്മളെല്ലാവരും വിചാരിച്ചത് അവർ കുറച്ച് സത്യസന്ധയായിട്ടുള്ള ഒരു നേതാവായിരിക്കുമെന്നാണ്. സർവത്ര അഴിമതിയാണ് അവർ നടത്തുന്നത്. ആഴക്കടൽ മത്സ്യബന്ധന കേസിൽ
പച്ചക്കള്ളമാണ് അവർ പറയുന്നത്. ഞാൻ അറിഞ്ഞില്ല എന്നാദ്യം പറഞ്ഞു. മേഴ്സിക്കുട്ടിയമ്മയും അറിഞ്ഞു, മുഖ്യമന്ത്രിയും അറിഞ്ഞു. മേഴ്സിക്കുട്ടിയമ്മയുടെ മേശപ്പുറത്ത് 2 തവണ ഫയൽ വന്നു. ഇപ്പൊ പറയുന്ന അവർ തട്ടിപ്പുകാരാണെന്ന്. ഈ തട്ടിപ്പുകാരൊക്കെ എന്താണ് നിങ്ങളുടെ ഓഫീസിൽ കടന്ന് നിരങ്ങുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഴുവൻ തട്ടിപ്പുകാർ, എല്ലാ കള്ളന്മാരും അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. തട്ടിപ്പുകാർക്കും അഴിമതിക്കാർക്കും ഹവാല ഇടപാടുകാർക്കും സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി ഇഷ്ടവിഹാരം നടത്താൻ കഴിയുന്ന നിലയിലേക്ക് എങ്ങനെ നമ്മുടെ നാട് അധപ്പതിച്ചു? ഇതിനെതിരെ സമരം ചെയ്യേണ്ടവരാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്ന സാങ്കേതിക പ്രതിപക്ഷം, നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ആൾക്കാർ. അവർക്ക് എങ്ങനെയാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നത്? അതുകൊണ്ടാണ് ജനങ്ങൾ ഒരു മാതൃക വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ മാതൃക ലോകത്തിന് മുമ്പാകെ കാണിച്ചു കൊടുത്ത ആളാണ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അഴിമതിയില്ലാതെ എങ്ങനെ ഭരണം നടത്താം? 12 കൊല്ലം മുഖ്യമന്ത്രിയായും 6 കൊല്ലം പ്രധാനമന്ത്രിയായും അദ്ദേഹം ലോകത്തിനെ കാണിച്ചു. കേരളത്തിൽ ഇനി ആവശ്യം ആ മാതൃകയാണ്. അഴിമതിയില്ലാത്ത സൽഭരണം കാഴ്ചവെക്കാൻ നരേന്ദ്രമോദിയുടെ മാതൃക കേരളത്തിന് സംഭാവന ചെയ്യാനാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. അതുകൊണ്ടാണ് ജേക്കബ് തോമസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നത്. അതുകൊണ്ടാണ് സത്യസന്ധരായ ഹൈക്കോടതി ജഡ്ജിമാർ വിരമിച്ച ഉടനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നത്. എല്ലാ പാർട്ടികളിൽ നിന്നും ആ പാർട്ടികളുടെ അഴിമതികളിൽ മനം നൊന്ത് ആളുകൾ ഏക പ്രതീക്ഷയായി BJPയിൽ ചേരുന്നത് അഴിമതിക്കെതിരായ ഉദാത്തമായ ഒരു മാതൃക രാജ്യത്തിന് കാണിച്ചു കൊടുത്ത നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ പാർട്ടിയാണ് BJP എന്നുള്ളത് കൊണ്ടാണ്. വികസനം മുരടിച്ചിരിക്കുക. വർഗീയ ശക്തികൾ കേരളത്തിൽ താണ്ഡവമാടുകയാണ്. വികസനം മുരടിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഗവൺമെന്റ് വന്നത്. ഇപ്പൊ പറയുന്നത് ഉറപ്പാണ് LDF. എല്ലാവരും പറയുന്ന ഉറപ്പാണ് ജയിലിൽ നിന്നാണ്. ഇങ്ങനെ പോയാൽ എല്ലാ മന്ത്രിമാരും ഉറപ്പായിട്ടും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. നേരത്തെ തൊഴിൽ കൊടുക്കലായിരുന്നു ഭാര്യമാർക്ക്, സീറ്റും ഭാര്യമാർക്കാണ്. നേരത്തെ DYFI നേതാക്കന്മാർക്കെല്ലാം അവരുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്ന ഏർപ്പാടായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി എല്ലാ DYFI നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പുറംവാതിലൂടെ ജോലി കൊടുത്തു. ഞാനിപ്പോൾ കണ്ടു TV-യിലൊക്കെ ഈ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക കാണിക്കുന്നുണ്ട്. മിക്കവാറും ഭാര്യമാരൊക്കെ കടന്നുകൂടിയിട്ടുണ്ട്. വിജയരാഘവന്റെ ഭാര്യയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. മരുമോന് വേറെ കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബാലന്റെ ഭാര്യയ്ക്കും കൊടുത്തു എന്നാണ്. ഈ പാർട്ടി ഒരു ഭാര്യാവിലാസം പാർട്ടിയായി മാറിയിരിക്കുകയാണോ കേരളത്തിൽ? പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും ഒരു സ്വർണ്ണപ്പണിക്കാരനും മതി എന്നുള്ളതാണോ? ഭാര്യയെ സംരക്ഷിക്കാനാണോ നിങ്ങൾ പാർട്ടിയിൽ നേതാക്കന്മാരായി മന്ത്രിമാരായി വിലസുന്നത്? കോൺഗ്രസിന്റെ കുടുംബാധിപത്യത്തിനെതിരായി വലിയ പ്രസംഗങ്ങൾ നടത്തിയവരല്ലേ നിങ്ങൾ? രാജ്യവ്യാപകമായി വംശാധിപത്യം, കുടുംബാധിപത്യം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നിങ്ങൾ കേരളത്തിൽ കിട്ടിയ അവസരം മുഴുവൻ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണോ? മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനാണ് സ്ഥാനാർത്ഥി. ബേപ്പൂരിൽ മരുമകനാണ് സ്ഥാനാർത്ഥി. ബാലന്റെ ഭാര്യ പാലക്കാട് മത്സരിക്കുന്നു. വിജയരാഘവന്റെ ഭാര്യ വേറെ സ്ഥലത്ത് മത്സരിക്കുന്നു. ഇനി ആരുടെയൊക്കെ ഭാര്യമാരാണോ കേരളത്തിൽ ജനങ്ങൾ ഇനി എന്തൊക്കെ സഹിക്കണം? വിജയരാഘവനെ സഹിച്ച് ജനങ്ങൾ മടുത്തു. ബാലനെ സഹിച്ച് ജനങ്ങൾ മടുത്തു. ഇനി അവരുടെയൊക്കെ ഭാര്യമാരെ കൂടി ജനങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് നിങ്ങൾ കേരളത്തെ മാറ്റിയിരിക്കുന്നു. ഇത് എന്ത് മാതൃകയാണ് സഖാക്കളെ? ഇതാണോ നിങ്ങൾ ജനങ്ങളെ മുമ്പിൽ വെച്ച മാതൃക? പ്രിയപ്പെട്ടവരെ,